2026 സ്വർണം വാങ്ങാൻ നല്ലൊരു വർഷമായിരിക്കുമോ? അതോടൊപ്പം ഈ അക്ഷയ തൃതീയ ദിനങ്ങളിൽ സ്വർണം വാങ്ങുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? ആ ദിവസം അങ്ങനെ സ്വർണം വാങ്ങുന്നത് എന്തെങ്കിലും അഭിവൃദ്ധിക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാരണമാണ് എന്നുള്ള ഒരു വിശ്വാസമൊക്കെ പലർക്കും ഉണ്ട്. അതായത് ഈ അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുന്നതിനെ പറ്റി പലപ്പോഴും ഓൾ ഇന്ത്യ ദൂരദർശനിൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കുമായിരുന്നു, മറ്റ് ചാനലുകളിൽ. അങ്ങനെ വിളിച്ച അവസരത്തിൽ ഞാൻ കാണിപ്പയ്യൂരിനെ അല്ല, പക്ഷേ കാണിപ്പയ്യൂരിനെ പോലെ തന്നെ പ്രശസ്തരായ ചില ജ്യോത്സ്യന്മാരെ വിളിച്ചു. അവരെ ചാനൽ ചർച്ചയിൽ തന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ വിളിച്ച് അന്വേഷിച്ചു. ഇതിന് ഞാൻ ഗൂഗിളിൽ തപ്പിയപ്പോൾ അത് നോൺസെൻസ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കാരണം അവർക്ക് അക്ഷയ തൃതീയൊന്നും ഗൂഗിൾ സൃഷ്ടാക്കൾക്ക് അത്ര പരിചയം കാണില്ല. ജ്വല്ലറി ഉടമകളൊക്കെ സൗജന്യ ഗിഫ്റ്റും ഓഫറും ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് കാരണം അവർക്ക് വലിയ എന്താണ് പറയുക, വലിയൊരു വിൽപ്പന സാധ്യതയുള്ള ഒരു ദിവസമാണ്. അങ്ങനെ അതുകൊണ്ട് അവർ ഇപ്പോഴത്തെ കണ്ടില്ലേ, എല്ലാ സീസണിലും അതായത് ഓരോ ഓഫറുകളും വെച്ചിട്ട് എവിടെ ചെന്നാലും നമുക്ക് ഓഫറുകൾ. ഈ ഓഫറുകളെ പറ്റി തന്നെ പറഞ്ഞാൽ നമുക്കൊരു ഇൻ്റർവ്യൂ നടത്തേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ അത്ര ഭയങ്കര ലോ വിലയിൽ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ. ഇപ്പോൾ ഞാനതിനെപ്പറ്റി സംസാരിക്കാൻ വന്നത്, ഇപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് റീറ്റെയിൽ ട്രേഡിലുള്ളത് കൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ, അതായത് വളരെ വില കുറഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്ന ശ്രീലങ്ക പോലെ, അതും അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലെ, അതും അല്ലെങ്കിൽ ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ അതിൻ്റെ 10 ഇരട്ടി വില കൂട്ടി അഡ്വർടൈസ് ചെയ്തിട്ടാണ് അതിൽ നിന്ന് ഇത്ര വില കുറച്ച് തരുന്നതെന്ന് പറഞ്ഞ് ഇവിടെ വിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടുത്തെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഒക്കെ കാലഹരണപ്പെട്ടു പോകും. കാരണം അവരുടെ ഉൽപ്പന്നങ്ങളൊന്നും ആ വിലയ്ക്ക് വിൽക്കാനൊക്കില്ല അവർക്ക്. അങ്ങനെയുള്ള കാലഹരണ കൊണ്ടുവരുന്നവൻ വലിയ ലാഭം എടുത്തു പോവുകയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ സ്വർണത്തിൻ്റെ കാര്യത്തിൽ. ആ കളിപ്പീര് പറ്റത്തില്ല. ഹാൾ മാർക്കിംഗ് ഒക്കെ ഉണ്ട് എങ്കിൽ മാത്രം, അതായത് സ്വർണ്ണ കടകളിലൂടെ ഇതുവരെ ഈ സെയിൽസ് സമ്മർദ്ദം സ്വർണത്തിൻ്റെ കാര്യത്തിൽ വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹാൾ മാർക്കിങ്ങിലൊക്കെ പരിശോധന വരും എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ വിൽക്കുന്നവർക്ക് അത്ര ലാഭം കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പം ഈ ധൻതേരസ്, അതായത് അക്ഷയ തൃതീയ, അതുപോലെ ദീപാവലി, ഓൾ ഇന്ത്യ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ ആഘോഷിക്കപ്പെടുന്ന ഒരുപാട് ഇങ്ങനെയുള്ള ആഘോഷ മുഹൂർത്തങ്ങളുള്ള മാസമാണ്. അതുമാത്രമല്ല, അത് ഒരു വിവാഹ മാസം കൂടിയാണ്. ചിങ്ങമാസം, നമുക്കറിയാം, ചിങ്ങമാസം നല്ല കല്യാണത്തിൻ്റെയൊക്കെ വളരെ ഉള്ള മാസമാണ്. ഓണക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഓണം ഒരു വലിയ വിശേഷാവസരമാണ് കേരളത്തിൽ. ഇതുപോലെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലും ഓരോരോ വിശേഷപ്പെട്ട എല്ലാം. ഈ ദീപാവലി ഈ ഒക്ടോബർ മാസം ഒരു പ്രധാനപ്പെട്ട മാസമാണ്. അപ്പോഴേക്ക് നമുക്ക് നോക്കാം, ഇപ്രാവശ്യം ഒക്ടോബറിലല്ല വില ഏറ്റവും കൂടിയത് സ്വർണത്തിൻ്റെ 19,000-ലേക്ക്. ഇത് ഡിസംബർ 18-നാണ് 99,000-ലേക്ക് വിലയെത്തിയത്, സ്വർണത്തിൻ്റെ വിലയെത്തിയത് ഡിസംബർ മാസത്തിലാണ്. അത് പക്ഷേ ഈ പറയപ്പെട്ട വ്യാപാരങ്ങളെ അതുപോലെ നമ്മുടെ ഇവിടുത്തെ വിശേഷ ദിവസങ്ങളെക്കാളും ഉപരിയായിട്ട് ആഗോള സമ്മർദ്ദമായിരുന്നു അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ, വരും നാളുകളിൽ സ്വർണ്ണവില കുറയാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ കുറയാൻ സാധ്യതയുണ്ടെങ്കിൽ അതെപ്പോഴായിരിക്കും? അതായത് ചില മാർക്കറ്റ് വ്യൂവേഴ്സ്, റേറ്റിംഗ് ഏജൻസീസ് പറയുന്നത് ഇനിയും ഒരു 30% വർധനവും കൂടി സ്വർണത്തിൻ്റെ വിലയിൽ 2026 ഉണ്ടാകുമെന്നാണ്. അതിനുശേഷമേ ഒരു കുറവുണ്ടാകും. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഇന്ത്യയിൽ ഒരു ഡിപ്രഷനോ, അതായത് ഒരു സാമ്പത്തിക ഡിപ്രഷനോ മറ്റോ ഉണ്ടാകാനുള്ള സാധ്യത അതെനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക ഡിപ്രഷൻ അൺയൂഷ്വലായിട്ട് ഉണ്ടാകുമെന്ന് ആ റേറ്റിംഗ് ഏജൻസീസ് എന്തുകൊണ്ടാണ് അങ്ങനെ റേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ പോകുന്ന രീതിയിലാണെങ്കിൽ ഒരു ഡിപ്രഷൻ ഉണ്ടാകേണ്ട ഒരു കാര്യവും ഇന്ത്യൻ ഇക്കോണമിയിൽ ഇല്ല. തന്നെയല്ല, അടുത്ത വർഷം ലോക്സഭാ ഇലക്ഷനൊന്നും വരുന്നില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ, അതായത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും എതിർപക്ഷക്കാരും ഒക്കെ തമ്മിലുള്ള ആ ചേരിപ്പോരിൻ്റെ ബേസിസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകാം. പക്ഷേ അങ്ങനെ ഒരു ഡിപ്രഷൻ, ഒരു ലോകത്ത് ഉള്ള ഒരു ഡിപ്രഷൻ, ആഗോള ഡിപ്രഷനോ ഇന്ത്യക്കകത്തെ ഒരു ഡിപ്രഷനോ അങ്ങനെ GDPയുടെ താഴേക്കുള്ളൊരു പോക്കോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഈ അടുത്ത ഒരു വർഷം. അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല മാഡം. പക്ഷേ ഈ പറയുന്ന ഏജൻസീസ് പറയുന്നത് പോലെ ഒരു ഡിപ്രഷൻ പോലെ, അതായത് GDP ഗ്രോത്ത് താഴേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ
അപ്പോൾ ഒരു പക്ഷേ സ്വർണത്തിൻ്റെ വിലയിൽ പെട്ടെന്ന് ഒരു താഴേക്ക് കുതിപ്പ് താഴേക്ക് പോക്കുണ്ടാകാം. ഉണ്ടാകില്ല എന്ന് നമുക്ക് അതിപ്പം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന US ഇപ്പം നമ്മൾ കോൺട്രാക്റ്റ് ഒരു ബിസിനസ് എഗ്രിമെൻറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയും അമേരിക്കയും കൂടി. അപ്പോൾ രൂപയുടെ മൂല്യം ഇടിയുന്നത് ഈ സ്വർണ്ണവില ഉയരുമോ അതല്ലെങ്കിൽ സ്വർണ്ണവില താഴുമോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു ബാലൻസ്? രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ സ്വർണ്ണവില ഇന്ത്യക്കകത്ത് കൂടുക ചെയ്യുന്നത്. എന്താ കാരണം വെച്ചാൽ രൂപയുടെ മൂല്യം ഇടിയുക എന്ന് വെച്ചാൽ എപ്പോഴാണ് മൂല്യം ഇടിയുക? നമുക്ക് വലിയ തോതിൽ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകുമ്പോൾ രൂപയുടെ മൂല്യം ഇടിയും. ട്രേഡ് ഡെഫിസിറ്റ് മാത്രമല്ല, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നെഗറ്റീവ് ആകുമ്പോൾ നിഫ്റ്റിയും സെൻസെക്സും നെഗറ്റീവ് ആകുന്ന എപ്പോഴാണ്? വിദേശ വ്യാപാര സ്ഥാപനങ്ങളും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ അവരുടെ ഓഹരികൾ വിറ്റ് പോകുന്നതിനാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ഡിസ്ഇൻവെസ്റ്റ് ചെയ്തു പോവുക. അതുപോലെ ഫോറിൻ വ്യാപാര സ്ഥാപനങ്ങളാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, അതായത് വ്യാപാരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരെയാണ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സോ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സോ അവരുടെ ഷെയർ മാർക്കറ്റിൽ വിറ്റാൽ നിഫ്റ്റിയിലും സെൻസെക്സിലും, നിഫ്റ്റി എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ്, സെൻസെക്സ് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ്, ഈ രണ്ട് ഇൻഡെക്സും നെഗറ്റീവ് ആകും അവരുടെ ഷെയറുകൾ വിറ്റൊഴിഞ്ഞാൽ. പ്രതിപക്ഷം എല്ലായ്പ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും നമ്മൾ കാണുകയാണ്, അത് എല്ലായ്പ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് ജനുവരിയിൽ ബജറ്റാണ്. അപ്പോൾ ബജറ്റ് അത് എത്രത്തോളം ജനങ്ങൾക്ക് ഗുണകരമാകും? സർക്കാരിൻ്റെ ഒരു ആകത്തുക അത് കൃത്യമായി വിവക്ഷിക്കുന്ന ഒരു പത്രിക കൂടിയാണല്ലോ ബജറ്റ്. എന്താണ് മാഡത്തിൻ്റെ പ്രതികരണം? അതായത് ഇപ്പോൾ സാമ്പത്തിക ധനപ്രതിസന്ധിയിൽ ഉഴലുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് അല്ല നമുക്കുള്ളത്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് വലിയ ധനപ്രതിസന്ധിയിലാണ്. അതിൻ്റെ കാരണങ്ങൾ അവർക്ക് തന്നെ പരിഹരിക്കാവുന്നതാണ് എങ്കിലും അവരതിന് പഴി ചാരുന്നത് കേന്ദ്രത്തെയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ധനപ്രതിസന്ധിയിലല്ല. അതായത് നമ്മുടെ ഡയറക്റ്റ് ടാക്സസ് എല്ലാം പിരിച്ചെടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാരണം ധനപ്രതിസന്ധിയിലല്ല. ഈ വരുന്ന ബജറ്റിൽ എനിക്ക് തോന്നുന്നു ഈ 2026 കുറേ സംസ്ഥാനങ്ങളിൽ അസംബ്ലി ഇലക്ഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ പ്ലസ് ആയിട്ടുള്ളൊരു ബജറ്റായിരിക്കും കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്നത് 2026-27 വർഷത്തിലേക്ക്. അതുപോലെ ധനപ്രതിസന്ധിയിൽ ഉഴലുന്നു എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെൻറ് അസംബ്ലി ഇലക്ഷനിലേക്ക് പോവുകയാണ് 2026. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബജറ്റും ഫെബ്രുവരിയിൽ വരും. അതും ഈ പറഞ്ഞതുപോലെ ധാരാളം, അതായത് ഇപ്പം നമ്മൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷൻ വന്നപ്പോൾ കണ്ടതാണ്, ഒരുപാട് ക്ഷേമ പരിപാടികൾ ധനപ്രതിസന്ധിയിലായിരിക്കുമ്പോഴും 10,000 കോടിയുടെ ക്ഷേമ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് സംസ്ഥാന ഗവൺമെൻറ്. അപ്പോൾ അതിനേക്കാൾ ഉപരി അസംബ്ലിയിലേക്കാണ് എന്നുള്ളത് കൊണ്ട് അതിനേക്കാൾ ഉപരി ക്ഷേമ പദ്ധതികളും പ്രഖ്യാപിച്ചുകൊണ്ടാവും സംസ്ഥാന ഗവൺമെൻറ് ബജറ്റ്. അപ്പോൾ ഈ രണ്ട് ബജറ്റും വരാനിരിക്കുന്ന അതിനെ സുപ്രീം കോടതി പോലും എതിർക്കുന്നു. പക്ഷേ നിയമപരമായിട്ട് സുപ്രീം കോടതി നോ എന്ന് അതായത് ഫ്രീ ബീസ് കൊടുത്ത് ഓഫർ ചെയ്ത് വോട്ട് വാങ്ങി ഭരണത്തിൽ വരരുത് എന്ന് കർശനമായിട്ട് സുപ്രീം കോടതി പറയുന്നു. അതായത് ഇപ്പോൾ നമുക്ക് റിട്ടയർ ചെയ്തു പോയ അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് 2025 ഫെബ്രുവരി 17 അങ്ങനെ ഒരു റൂളിംഗ് കൊണ്ടുപോകും. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഇടപെടുന്നില്ല, ഇത് തെറ്റാണ്. അതായത് ഫ്രീ ബീസ് കൊടുക്കുമ്പോൾ മനുഷ്യർക്ക് ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആ താല്പര്യം അത് കുറയും. ഫ്രീ ബീസ് കിട്ടും, പിന്നെ എന്തിനു വേണം എന്ന രീതിയിൽ. അതേസമയത്ത് ഇപ്പോൾ 60+ പോപ്പുലേഷന് ഏതെങ്കിലും തരത്തിൽ മാന്യമായ രീതിയിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻസ് കൊടുക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഗവൺമെൻറ്റുകൾ അഭിനന്ദനം അർഹിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.